യാത്രാമൊഴി ചൊല്ലുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം നിഴൽ പോലെ സഞ്ചരിച്ച പത്നിയും എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വി എസിൻ്റെ ഭൗതിക ശരീരം ഇക്കാലം അത്രയും സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ വീണ് അതേ മണ്ണിൽ നിന്ന് അദ്ദേഹം എന്നേക്കുമായി യാത്രയാവുകയാണ്. ഒരു കാലഘട്ടം ഇവിടെ അവസാനിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാലയവനികയ്ക്കുള്ളിലേക്ക് അദ്ദേഹം മറയുമ്പോൾ അദ്ദേഹം പടുത്തുയർത്തിയ ജന അവബോധവും അതുപോലെ അദ്ദേഹം പടുത്തുയർത്തിയ തൊഴിലാളി വർഗവും ഈ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ ഏറ്റുവാങ്ങി അതേ ജനമനസ്സുകളിൽ അദ്ദേഹം ജീവിക്കുമെന്നാണ് തൊണ്ടപെട്ടുമാർ ഉച്ചത്തിൽ അവർ വിളിച്ചു പറഞ്ഞത്. പിറന്ന മണ്ണിൻ്റെ സ്നേഹം ഇത്രയും കൂടുതൽ അനുഭവിച്ചറിയാൻ ഭാഗ്യം കിട്ടിയ മറ്റ് ഏതെങ്കിലും നേതാവ് ഈ അടുത്ത കാലം കേരളത്തിൽ നിന്ന് മടങ്ങിപ്പോയിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രാമൊഴി നൽകാൻ കേരളത്തിൽ നിന്ന് എവിടെ നിന്നൊക്കെയാണ് ആളുകൾ എത്തിച്ചേർന്നത്. കുട്ടികൾ, മാതാപിതാക്കൾ, സഹോദരിമാർ, രക്ഷകർത്താക്കൾ, ജനങ്ങൾ, സഖാക്കൾ, പ്രവർത്തകർ, രാഷ്ട്രീയ ശത്രുതയുണ്ടായിട്ടും വി എസിനെ നമിക്കാൻ താല്പര്യം കാണിച്ച ആരാധനയുള്ള ആളുകൾ, ഇങ്ങനെ എത്രയെത്ര പരശതം ആളുകളാണ് അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരുപക്ഷെ ആലപ്പുഴ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട് നൽകിയ യാത്രയയപ്പ് ഒരുപക്ഷെ ചരിത്രത്തിൽ ജീവിക്കുക തന്നെ ചെയ്യും. ഓർമ്മകളിൽ കനത്ത മഴ പെയ്യുമ്പോൾ വി എസ് അച്യുതാനന്ദൻ എത്ര വലിയ ആളായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതുമാത്രവുമല്ല, സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥമുണ്ടാക്കാനും എല്ലുറപ്പുള്ള ഒരു ജനസമൂഹത്തെ കടുത്തുയർത്തുവാനും അദ്ദേഹം വഹിച്ച പോരാട്ടങ്ങൾക്ക്, അദ്ദേഹം നടത്തിയ യാത്രകൾക്ക് കണക്കില്ല. മലമുടിയിൽ നിന്നും അതേപോലെ മൂന്നാറിൻ്റെ മലമടക്കുകളിലേക്കുമൊക്കെ തന്നെ അദ്ദേഹം നടത്തിയ യാത്രകൾ, കാസർഗോഡ് എൻഡാവ് സൽഫാൻ വിക്ടിംസിൻ്റെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുവാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, അതൊക്കെ തന്നെ ഈ ജനമനസാക്ഷിയിൽ ജീവൻ വെച്ച് എഴുന്നേറ്റ് നിൽക്കുകയാണിപ്പോൾ. വി എസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ പത്നിക്ക് ഉണ്ടാകും. ഒരു നിഴല് പോലെ അദ്ദേഹത്തിൻ്റെ ജീവിതം കണ്ട, ഒരിക്കലും ബന്ധുക്കൾക്ക് വേണ്ടി എന്തെങ്കിലും പക്ഷപാതം കാണിക്കാൻ താല്പര്യമില്ലാത്ത ഒരു ജനനേതാവ്. നമ്മുടെ സമൂഹത്തിൽ അന്യം നിന്ന് പോകുന്ന അത്തരം ആളുകൾക്ക് ഒരു വെളിച്ചമാണ് വി എസ് അച്യുതാനന്ദൻ. ജനകീയ അഴിമതി എന്നാൽ കൈക്കൂലി വാങ്ങുക മാത്രമല്ല, പണം വാങ്ങുക മാത്രമല്ല, ബന്ധുക്കൾക്ക് നൽകുന്ന പക്ഷപാതം കൂടി അതിലുണ്ട് എന്ന് സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് തെളിയിച്ചു. പറയുന്നത് പ്രവർത്തിക്കാനും പ്രവർത്തിക്കുന്നത് പറയാനും ചങ്കുറപ്പ് കാണിച്ച എല്ലുറപ്പുള്ള മഹാനുഭാവൻ, വിപ്ലവകാരി, മനുഷ്യസ്നേഹി, കാരുണ്യ പ്രവാഹത്തിൻ്റെ ഉടമ, ഇതെല്ലാം വി എസിന് ചേരും. നമ്മൾ നൽകുന്ന പര്യായ പദങ്ങൾക്കൊക്കെ തന്നെ വി എസ് ചേരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിനകം വലിയ ചുടുകാട്ടിലേക്ക് തൻ്റെ രാഷ്ട്രീയ ഗുരുനാഥനായ പി കൃഷ്ണപിള്ളയ്ക്കൊപ്പം അന്ത്യനിദ്ര കൊള്ളാൻ വി എസ് പുറപ്പെടും. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വാഹനത്തിലേക്ക് എടുക്കാൻ ഇനി ഒരുപാട് സമയം വേണ്ട. അദ്ദേഹത്തിന് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ ഈ മുദ്രാവാക്യം വിളിക്കുകയാണ്. അദ്ദേഹത്തെ തേടിയെത്തിയ അനുയായികൾ വി ദിലീപ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ദിലീപ്, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയ്ക്ക് കളമൊരുങ്ങി കഴിഞ്ഞു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. SKN വി എസിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക വാഹനം ഇതാ ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. ഇനി ആലപ്പുഴ വലിയ ചുടുകാട്ടിലേക്കാണ് വി എസിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോകുന്നത്. അല്പസമയത്തിനകം ഏതാണ്ട് ഇവിടെ നിന്നൊരു 4 കിലോമീറ്റർ ദൂരമാണ് വലിയ ചുടുകാട്ടിലേക്കുള്ളത്. അവിടെ വി എസ് അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം അല്പസമയത്തിനകം ഇതിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഇപ്പോൾ ആയിരങ്ങൾ ഇപ്പോഴും തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ ഇവിടെ മുദ്രാവാക്യം വിളിക്കുകയാണ്. ഇല്ല ഇല്ല മരിക്കില്ല, കണ്ണേ കരളെ, വി എസ് എ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ. വി എസിനെ അദ്ദേഹത്തിൻ്റെ പ്രിയ സഖാക്കൾക്കരികിലേക്ക് ഇപ്പോൾ അന്ത്യയാത്ര, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ യാത്രയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സംസ്കരിക്കുന്നതിനായി കൊണ്ടുപോവുകയാണ്. അവിടെ പുന്നപ്രവയലാർ രക്തസാക്ഷികളുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണാണത്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സംസ്കരിക്കാൻ പോകുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഖാക്കളുണ്ട്. പി കൃഷ്ണപിള്ള, TV തോമസ്, ജോർജ് ചടയമുറി, PT പുന്നൂസ്, അങ്ങനെ എത്രയോ സഖാക്കൾ. ഇവരുടെ മൃതദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ആ സ്ഥലത്തേക്കാണ് വി എസിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള ആ വിലാപയാത്ര ഇതാ ഈ വഴിയിലൂടെ കടന്നു വരികയാണ്.